മരുന്ന് കഴിച്ചാൽ രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. മന്ത്രം നടത്തിയാൽ രോഗം മാറ്റുന്നവൻ അല്ലാഹുവാണ്. മരുന്ന് കഴിക്കാതിരുന്നാലും ചിലപ്പോൾ രോഗം അല്ല മാറ്റി തന്നേക്കാം. ഇത് വിശ്വസിക്കുന്ന മുഅ്മിനുണ്ടോ ഇവിടെ പ്രശ്നം? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിന്റെയും കഴിവ്. എടോ, ദാഹം മാറ്റാൻ വെള്ളം കുടിക്കണം. വെള്ളത്തിന്റെ പവറുകൊണ്ടാണോ ദാഹം മാറുന്നത്? അല്ലാഹു തആല അതിൽ ദാഹശമനം വെച്ചതുകൊണ്ടാണ്. അപ്പൊ എല്ലാത്തിന്റെയും ഫലം അല്ലാഹുവിന്റെ അധികാരമാണ്. വിശപ്പ് മാറ്റാൻ അല്ലാഹുവിനെ കഴിയൂ. അതിനുള്ള ഉപാധിയാണ് ഭക്ഷണം കഴിക്കൽ. ദാഹം മാറ്റാൻ അല്ലാഹുവിനെ കഴിയൂ. അതിനുള്ള ഉപാധിയാണ് വെള്ളം കുടിക്കൽ. രോഗം മാറ്റാൻ അല്ലാഹുവിനെ കഴിയൂ. അതിനുള്ള ഉപാധിയാണ് മരുന്ന്. അതിനുള്ള ഉപാധിയാണ് മന്ത്രം. അതിനുള്ള ഉപാധിയാണ് അരിഷ്ടം. ഇതെല്ലാം അല്ലാഹു തആല വെച്ച ഉപാധികളാണ്. അപ്പൊ ഉപാധികളോട് ബന്ധപ്പെടുന്നത് കൊണ്ട് അല്ലാഹുവിന് പങ്കു ചേർക്കണില്ല. ഇതറിയാത്ത മൗലവിമാരെന്ന് പറഞ്ഞുപോയി. ഏകശെഴുതിയാൽ ഉറുക്കെഴുതിയാൽ നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യ മരിക്കുന്ന സമയത്ത് അരക്ക് ഉറുക്കുണ്ടായിരുന്നോ? നിങ്ങളുടെ മൂത്ത മൗലവിമാരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇബ്നു തൈമിയ്യ മരിച്ച് കുളിപ്പിക്കുന്ന സമയത്ത് അരക്ക് ഏലസുണ്ടായിരുന്നു കേട്ടോ. എന്ത് ഇതുപോലെ ഉറുക്കുന്ന ഏലസം അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം ഖുർആനിൽ എഴുതിയതാണ്. അല്ലാഹുവിന്റെ ദിക്റുകളിൽ എഴുതിയതാണ്. കാരണം ഖുർആനിൽ ശിഫയുണ്ടെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത് ഖുർആനോട് മന്ത്രിക്കുന്ന നിബന്ധങ്ങൾ പഠിപ്പിച്ചതാണ്. അത് മാത്രമല്ല, സലമത്തുൽ റളിയല്ലാഹു അൻഹു വരുന്ന നിബന്ധങ്ങളുടെ അടുക്കൽ നബിയെ പരിപ്പെടുത്തു പോയി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് തടവി കൊടുക്കുന്നു. സലമത്തുൽ റളിയല്ലാഹു അൻഹുവിന്റെ പരിക്കുമാറുന്നു. ثم برأت بسبا شراحته وأطلقت أرضا من بدقة اليمن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരസ്പർശം കൊണ്ട് എത്രയോ രോഗമാണ് മാറിപ്പോയിട്ടോ. വിശദീകരിക്കാൻ സമയം പോരാ. ഇനിയോ ഇവർ ഈ സമുദായത്തെ നല്ല കാര്യത്തിൽ നിന്നെല്ലാം തടസ്സപ്പെടുത്തി എന്നിട്ട് കൊണ്ടുപോയിടുന്നതോ കടുത്ത ഹറാമിലാണ്. ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ എന്താ അല്ലാഹു തആല ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അല്ലാഹു കച്ചവടത്തെ ഹലാലാക്കി പലിശ ഹറാമാക്കി. മുജാഹിദിന്റെ മൗലവിമാരോ സക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിലിടുക, ബാങ്കിലിട്ടിട്ട് അതിന്റെ പലിശ വാങ്ങുക, പലിശ വാങ്ങിയിട്ടത് കണക്കവതരിപ്പിക്കുക. കണ്ടോ, കാരാപ്പറമ്പ് ശാഖ KM പ്രസിദ്ധീകരിച്ച ബുക്കാണ്. നിങ്ങൾ സക്കാത്ത് കൊടുത്തോ? ചോദ്യചിഹ്നം. അതിന്റെ താഴെ എഴുതേണ്ടത് അവർക്ക് സക്കാത്ത് കൊടുത്തെങ്കിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി എന്നാണ്. കാരണം ആ നിലക്കാണ് അതിന്റെ ഉള്ളിലുള്ള കണക്ക് കിട്ടോ. ഇനി ആ സക്കാത്തിന്റെ കണക്ക് കിട്ടോ. ആ കണക്കിന് ഓരോന്നും വായിച്ച് അവസാനം പലിശ എവിടുന്ന് കിട്ടിയതാണ്? കഴിഞ്ഞ വർഷത്തെ നീക്ക് ബാക്കി അതെവിടുന്ന് കിട്ടിയതാണ്? അപ്പോഴോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ബാങ്കിൽ നിന്ന് പലിശ വാങ്ങുന്നു, പാവപ്പെട്ടവരുടെ സക്കാത്ത് വാങ്ങിയിട്ട് ആ സക്കാത്ത് കൊണ്ടുപോയി ബാങ്കിലിടുന്നു. ലോകത്തുള്ള ഒരൊറ്റ മതവിന്റെയും അവിടുന്ന് പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. സക്കാത്ത് തിരിക്കാൻ, സ്വന്തം നഫ്സിന്റെ സക്കാത്ത് തിരിക്കാൻ ഭരണകൂടത്തിന് പോലും സുപ്രീം അധികാരമില്ല. നബിമാരുടെ അതാ ശറഹുൽ മുഹദ്ദിദിൽ വിശദീകരിക്കുന്നു. ഇസ്ലാമിക ഭരണകൂടത്തിന് നിർദ്ദേശിക്കാം, പിടിച്ചു വാങ്ങാൻ അധികാരമില്ല. പരസ്യമായ സ്വത്തിന്റെ സക്കാത്ത് അവർക്ക് വാങ്ങാം. പക്ഷേ രഹസ്യമായ സ്വത്താണോ, നഫ്സിന്റെ സക്കാത്താണോ, അത് വാങ്ങാൻ അവർക്ക് നിർദ്ദേശിക്കാമെന്നല്ലാതെ സുപ്രീം അവരോടുകൂടാ. സാധുവായ ഞാൻ സക്കാത്തിനെ കുറിച്ചൊരു പഠനമെന്ന് CD 2 വള്ളി പറഞ്ഞിട്ടുണ്ട്. വാങ്ങിയാലതിൽ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയില്ല. ഇനി ഞങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചതാണോ? അല്ല. ഈ പലിശ വാങ്ങിയെന്ന് സക്കരിയ സലാഹി പറയട്ടെ.
ഖുർആനിലെ പലിശ ഹറാമാണെന്ന് പറഞ്ഞില്ല. ഹദീസിൽ സ്ഥിരപ്പെടുന്ന പലിശ എടുക്കുന്ന മനുഷ്യൻ ലൈലത്തുൽ ഖദ്റിൽ ശിക്ഷ ലഘൂകരിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്തിനാണ് കൂട്ടുവെക്കാറുന്ന പൈസയെ ബാങ്കിൽ വെച്ച് പലിശ എടുത്തത്? ആരാണ് ബാങ്കിൽ വെച്ച് പലിശ എടുത്തത്? കോഴിക്കോട് ഒരു സക്കാത്ത് കമ്മിറ്റിക്കാര് കുറച്ച് പൈസ സക്കാത്ത് ഒരു റിസർവ് ഫണ്ടായിട്ട് കുറച്ച് പൈസ ബാക്കി വെക്കുമല്ലോ, പെട്ടെന്ന് ആർക്കെങ്കിലും അത്യാവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ വ്യക്തികളുടെ കയ്യിൽ വെച്ച് ആദ്യ ആള് ചോദിച്ചെന്താ ആരാ പലിശ കൊടുത്തേ? പഠിച്ചതാ. പിന്നെ അതുപോലെ കോഴിക്കോടോടെ ഒരു ഗവൺമെന്റുകാരുണ്ട് ബാങ്കിലിട്ടു. ഈ കൊല്ലത്തെ സക്കാത്തിന്റെ പൈസ മിച്ചം പിടിച്ചിട്ടില്ല, അടിയന്തരാവശ്യത്തിന് ചെലവാക്കാനുള്ള സക്കാത്തിന്റെ പത്ത് അതതിന്റെ അവകാശികൾക്ക് അതിന്റെ സമയത്തുണ്ടോ അതിന്റെ വിഹിതമനുസരിച്ച് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പോകുമ്പോൾ റിലീഫ് പ്രവർത്തനം നടത്താനുള്ളതല്ല സക്കാത്ത്. അതതിന്റെ വിഹിതമനുസരിച്ച് അതിന്റെ സമയത്ത് അതിന്റെ അവകാശികൾക്ക് കൃത്യമായി നിർവഹിക്കപ്പെടേണ്ടതാണ്. അല്ലാതെ മുജാഹിദുകാരന്റെ ഫണ്ട് വലുതാക്കാനുള്ളതല്ല. ഏതായാലും വരട്ടെ. ഖുർആനിലെ പലിശ ഹറാമാണെന്ന് പറഞ്ഞില്ല. ഹദീസിൽ സ്ഥിരപ്പെടുന്ന പലിശ എടുക്കുന്ന മനുഷ്യൻ ലൈലത്തുൽ ഖദ്റിൽ ശിക്ഷ ലഘൂകരിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞു. എന്നാൽ നിങ്ങൾ എന്തിനാണ് കൂട്ടുസക്കാത്തിന്റെ പൈസയെ ബാങ്കിൽ വെച്ച് പലിശ എടുത്തത്? ആരാണ് ബാങ്കിൽ വെച്ച് പലിശ എടുത്തത്? കോഴിക്കോട് ഒരു സക്കാത്ത് കമ്മിറ്റിക്കാര് കുറച്ച് പൈസ സക്കാത്ത് ഒരു റിസർവ് ഫണ്ടായിട്ട് കുറച്ച് പൈസ ബാക്കി വെക്കുമല്ലോ, പെട്ടെന്ന് ആർക്കെങ്കിലും അത്യാവശ്യം വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ വ്യക്തികളുടെ കയ്യിൽ വെച്ചിട്ട് അവർ ബിസിനസ്സിൽ എടുക്കുന്നത് നല്ലത് ബാങ്കിലിടലല്ലേ എന്ന് വിചാരിച്ച് ബാങ്കിലിട്ടു. അപ്പൊ അതിനൊരു പലിശ അവർ ബാങ്കുകാർ കൊടുത്തു. അപ്പൊ ഇവരതിന്റെ കണക്ക് പ്രസിദ്ധീകരിച്ചപ്പോ പലിശ എന്ന് പറഞ്ഞിട്ടൊരു ഇനം അവരെ സക്കാത്ത് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കാണിച്ചു. അത് ആരും എടുത്തിട്ടുമില്ല, ഉപയോഗിച്ചിട്ടുമില്ല. എടോ ബാങ്കിൽ കൊണ്ടുപോയി പലിശ എടുക്കൽ ഉപയോഗിക്കലുമാണോ ഹറാമോ? പലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും എഴുതുന്നവനും സാക്ഷിയാകുന്നവരും അല്ലാഹുവിന്റെ ശാപത്തിനിരയായവരാ. ആരാ പഠിപ്പിച്ചത്? സുന്നികളുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഞാൻ ഇങ്ങനെ പ്രയോഗിക്കുമ്പോൾ മുജാഹിദുകൾക്ക് ഒരു വിഷമം ഉണ്ടാവും, എന്തേ സുന്നികളുടെ നേതാവെന്ന് പറയാൻ. നിങ്ങളുടെ മുജാഹിദ് ബാരിശ്ശേരി പറഞ്ഞതാണ് സുന്നികളുടെ നേതാവാണ് നബിയെന്ന്. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. അത് ബാക്കി ഇനി കറണ്ട് അക്കൗണ്ടിൽ ഇട്ടാൽ എന്താണെന്നൊരു ചോദ്യം ഉണ്ടാവല്ലോ, അതിനാണ് മറുപടി. മനസ്സിലായില്ലേ? പക്ഷെ റിപ്പോർട്ട് കണക്ക് കാണിക്കുമ്പോ അങ്ങനെ വെക്കണല്ലോ. കാരണം പലിശ ഇല്ലാത്ത അക്കൗണ്ട് തുടങ്ങിയാല് ബാങ്കിന് സർവീസ് ചാർജ് കൊടുക്കണം. സക്കാത്തിന്റെ പൈസ സർവീസ് ചാർജ് കൊടുത്തില്ലേ എന്ന് പറയും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? പലിശ ഉള്ള അക്കൗണ്ട് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കാതിരുന്നാ മതിയല്ലോ. പക്ഷെ അത് എഴുതുമ്പോ അങ്ങനെ കൊടുത്തു. അത് ആരും എടുത്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഇതെല്ലാം ഖുറാഫികൾ ഉണ്ടാക്കുന്ന പുകിലുകളാണ്. ഏതോ പടച്ചവന്റെ കോടതിയാണോ പേടിവേണ്ടത്? സാധുക്കളായ ഞങ്ങളെ പരസ്യമായി വിചാരണ ചെയ്യുമ്പോ നിങ്ങൾ പല നയങ്ങളും മാറ്റിയിട്ടുണ്ട്. ഞങ്ങളെയല്ല ഭയക്കേണ്ടത്, അല്ലാഹനെ പേടിച്ചോ. ഞങ്ങൾക്ക് അല്ലാഹനെ അല്ലാതെ പേടിയില്ല. ഒരു മൗലവിമാരെയും പേടിച്ചിട്ട് ഞങ്ങളുടെ മതം മാറ്റേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളെ പേടിച്ചിട്ടല്ലേ പലതും ചെയ്യുന്നത്. സാധുക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും തഅ്ലീമുകളും ഇല്ലാതിരുന്നെങ്കിൽ ഈ നാട്ടിലെ മതത്തെ ഇവരെ കുത്തിച്ചോറാക്കിയെന്നെ. ഇത് ഞാൻ പറയല്ല, മുജാഹിദ് ബാരിശ്ശേരി പറഞ്ഞു. ഇവിടുത്തെ AP ഗ്രൂപ്പ് മുസ്ലിയാക്കന്മാരെയും ഇവിടുത്തെ പ്രസംഗകരെയും ഒന്ന് മാറ്റി നിർത്തിച്ചെന്നാ കേവലം മുജാഹിദാക്കാൻ ആ പൂരിയും ആഗ്രഹവും വേണ്ട. വേണ്ടി വരുമ്പോൾ ഞാൻ ആശ്വസിച്ചോളാം. സുന്നത്ത് ജമാഅത്തിന്റെ പ്രടയ്ക്കുന്ന കൽബുള്ള പണ്ഡിതന്മാരും തഅ്ലീമുകളും ഉള്ളിടത്തോളം മുജാഹിദുകാരും പരിപ്പ് കേരളത്തിൽ വേറുന്ന പ്രശ്നമേ ഇല്ല. മനസ്സിലാക്കിക്കോ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മതത്തെയല്ലേ ഇവരെ കളിക്കുന്നത്. പേടിക്കുന്നത് അല്ലാഹനെയല്ല, പേടിക്കുന്നത് ഞങ്ങളെയാണ്. കാര്യമില്ല മോനെ, പേടിക്കേണ്ടത് റബ്ബിനെയാണ്. അല്ലാഹനെയല്ലാതെ ഭയക്കാനുണ്ടോ? ഞങ്ങൾ ഈ വേദി സംഘടിപ്പിച്ചത് അല്ലാഹുവിനെ പേടിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ബാങ്ക് പലിശയില്ല. കണ്ടില്ലേ ഈ സ്റ്റേജ്? സാധുക്കളായ മുത്തഅ്ലിമീങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇത് സംഘടിപ്പിച്ചതാണ്. ഇനി ഇവരൊക്കെ പിരിച്ചുവിടണമെങ്കിൽ നിങ്ങളൊക്കെ സംഭാവന വേണം, എന്നാലേ ഈ പരിപാടി നടക്കുകയുള്ളൂ. ആ നിലയ്ക്ക് സാധുക്കൾ സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്. അല്ലാതെ ആരെയും ഭൗതികമായി ആരെയും ഭയന്നിട്ടില്ല. അല്ലാഹുവിനെ അറിയിക്കുന്നു. അപ്പൊ നമ്മളെ മുശ്രിക്കീങ്ങളാക്കി, നമ്മളെ തെറ്റുകാരാക്കി, എന്നിട്ട് ജനങ്ങളെ കൊണ്ടുപോയി വഴിതെറ്റിച്ചു കളഞ്ഞു. ഇനിയോ ലോകത്തിന്റെ നേതാവ്
മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം വരുമ്പോ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും സന്തോഷിക്കുന്നു. മുജാഹിദുകാരും പണ്ട് സന്തോഷിച്ചു എഴുതിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാം. നിങ്ങളുടെ നേതാക്കന്മാര് പണ്ട് നബിദിനത്തിന് ചെയ്ത പണി എന്താണ്? ഇതാ വായിച്ചോളൂ. അൽ മുർശിദ് എന്നാണ് 1936 കല്ലമ്പലത്ത് മുജാഹിദ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന മുസ്തഫന്മാർ എഴുതിയതാണ്. അതായിരുന്നു മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദ സാഗരത്തിൽ ആറാടിക്കളിക്കുന്നു. റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിന്റെ ആഗമനം ലോകത്തിന്റെ അനുഗ്രഹമായി അവതീർണനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. മുഴുവനും സന്തോഷിക്കുന്നു. മുജാഹിദുകാരും പണ്ട് സന്തോഷിച്ചു എഴുതിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവരാം. നിങ്ങളുടെ നേതാക്കന്മാര് പണ്ട് നബിദിനത്തിന് ചെയ്ത പണി എന്താണ്? ഇതാ വായിച്ചോളൂ. അൽ മുർശിദ് എന്നാണ് 1936 കല്ലമ്പലത്ത് മുജാഹിദ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന മുസ്തഫന്മാർ എഴുതിയതാണ്. അതായിരുന്നു മുസ്ലിം ലോകത്തെ ആകമാനം ആനന്ദ സാഗരത്തിൽ ആറാടിക്കളിക്കുന്നു. റബീഉൽ അവ്വൽ മാസം ഇതാ ആഗതമായിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിന്റെ ആഗമനം ലോകത്തിന്റെ അനുഗ്രഹമായി അവതീർണനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെയാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് മുജാഹിദ് പറയട്ടെ പുണ്യമില്ലെന്ന്. ഞാൻ വളരെ ലളിതമായി, ഒരു കല്ല് നിങ്ങൾ റോട്ടിൽ നിന്ന് നീക്കുന്നു, അതിന്റെ പുണ്യം പോലും ഇല്ല നബിദിനത്തിന്. ഒന്നുകൂടെ പറയാ. ഒരു ചെറിയ കല്ല് റോട്ടിന് അങ്ങോട്ട് നീക്കുന്നതിന്റെ പുണ്യം പോലും ഇല്ല ജന്മദിനത്തിന്, റസൂലിന്റെ ജന്മദിനത്തിന്. ഇനി ഒന്നുകൂടെ ക്ലിയറായി പറയാം, ഒരു നഖം വെട്ടിക്കളയുന്നതിന്റെ പുണ്യം പോലുമില്ല. മനസ്സിലായോ? ഒരാളെ നോക്കി അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന്റെ പുണ്യം പോലുമില്ല. ഒരാളെ നോക്കി ഒന്ന് ചിരിക്കുന്ന പുണ്യം പോലുമില്ല. ഇനി അതിൽ ചെറുതായിട്ട് എന്തേ അതും ഒരു കടുകുമണിയോളം നിങ്ങൾ ചെയ്യുന്ന നന്മ ഉണ്ടല്ലോ, അത്ര പോലും പുണ്യമില്ല നബിയുടെ ജന്മദിനത്തിന് ഇസ്ലാമിൽ. ഏത് ഇസ്ലാമിലാടോ നിങ്ങളുടെ മുസ്ലിംമാരായ കെ എം മൗലവിക്ക് തിരിയാത്ത ഇസ്ലാം? കെ എം മൗലവി ജന്മദിനം നടത്തിയില്ലേ? റബീഉൽ അവ്വൽ ജന്മദിനം മദ്രസയിൽ നടത്തിയെന്ന് കേരള നദുവത്തുൽ മുജാഹിദീൻ ചരിത്രബുക്കിൽ എഴുതിയിട്ടില്ലേ? അന്ന് നിങ്ങളുടെ മതം എവിടെ പോയിരുന്നു? എടക്കൂടി ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരന് പത്രമുണ്ട്, മാധ്യമം. ആറ്റുകാൽ പൊങ്കാല എഴുതിയ തൗഹീദ് പഠിക്കൂല, ഓണം എഴുതിയ തൗഹീദ് പഠിക്കൂല. ഇനി ശബരിമലയിലെ ഉത്സവം എഴുതിയാലും തൗഹീദ് നിലനിലാറില്ല. ഇന്ന് നബിദിനമാണെന്ന് എഴുതിയാൽ മാധ്യമക്കാരന്റെ തൗഹീദ് പഠിക്കും. എവിടുന്ന് കിട്ടിയ തൗഹീദാണ്? ലോകത്ത് സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമേതാണ്? നബിദിനങ്ങൾ ജീവിച്ച ദിവസങ്ങളാണ്. الملائك حوله جبريل رواه بها غداؤه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നു, ലോകം മുഴുവൻ പ്രദീപ്തമാകുന്നു. രാവിലെയും വൈകുന്നേരവും ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, മലായികത്ത് സന്തോഷിക്കുന്നു. അങ്ങനത്തെ ദിവസമാണ് ലോകം മുഴുവനും സന്തോഷിച്ചു പോയി. സ്വർഗം അലങ്കരിക്കപ്പെട്ടുപോയി. ലോകത്തുള്ള ബിംബാരാധകരുടെ ബിംബങ്ങൾ മറിഞ്ഞുപോയി. ഇതൊക്കെ ഇമാങ്ങൾ അടയാളപ്പെടുത്തി. ഇനി ആഘോഷപൂർവ്വം ഒരിക്കലും വന്നത് അത് ഇസ്ലാമിന് വിരുദ്ധമാണോ? അല്ല. മൗലിദിന് കാലോചിതമായ പരിഷ്കരണം വന്നു. പണ്ടൊക്കെ തക്ബീറിലെല്ലാം മൈക്കുണ്ടായിരുന്നില്ല, വാങ്ക് വിളിക്കാൻ മൈക്കുണ്ടായിരുന്നില്ല. ഇന്ന് വാങ്ക് വിളിക്കാൻ മൈക്കുണ്ട്. അതുപോലെ പണ്ട് സാലാഹ് ബദറുകളെല്ലാം മൈക്കുണ്ടായിരുന്നില്ല, ഇന്ന് മൈക്കുണ്ട്. അതുപോലെ കാലോചിതമായ പരിഷ്കരണങ്ങൾ നബിദിനത്തിൽ വന്നു. അത് പറ്റാത്തതാണോ? അല്ല. കാരണം എന്താണ്? ഇത്
വിപുലമായി വ്യാപകമായ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ ആ പരിഷ്കരണത്തെ ഇങ്ങനെ കണ്ടു. കാലൽ ഇമാം അബൂ ഉസാമ ശൈഖുൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് നബവി ഇമാം തങ്ങളുടെ ഉസ്താദായ അബൂ ഉസാമ റഹിമഹുല്ലാഹ് പറയുന്നു, വമിൻ അഹ്സനു ബിത്ബിഅതി സമനിനാ ഹാദാ, ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വന്ന ഏറ്റവും നല്ല ഒരു പരിഷ്കരണം ആമിൻ ബിൽ മുവാഫിഖിൽ മൗലിദിഹി ലിയൗമി മൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന الصدقات والمعروف وإظهار الزينة والسرور فإن ذلك ما فيه للإنسان والفقراء مشعر بمحبته صلى الله عليه وسلم وتعظيمه وجلالته في قلب فاعل ذلك. അത് റസൂലുള്ളാഹിയുടെ സ്നേഹമാണ്, അവിടുത്തെയോടുള്ള മഹബ്ബത്താണ്, അത് വെളിവാക്കുന്ന കാര്യമാണ്, അത് നല്ല കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഉസാമ റഹിമഹുല്ലാഹ് അത് ഡെവലപ്ഡായി ആരംഭിച്ച കാലത്ത് പറഞ്ഞു. ഒരു കാര്യം നബി ചെയ്തില്ല എന്നതുകൊണ്ട് തെറ്റാവൂല, സഹാബി ചെയ്തില്ല എന്നതുകൊണ്ട് തെറ്റാവൂല. നാളെ ഒരു കാര്യം ഇവിടെ ഉണ്ടായാൽ അത് നബിയും സഹാബത്തും ചെയ്തില്ല എന്നതുകൊണ്ട് മാത്രം അത് തെറ്റാവൂല. അതവിടുന്ന് ശരീരത്തിന്റെ നിയമങ്ങളോട് യോജിച്ചതാണോ അത് നല്ല പരിഷ്കരണമാണോ, ശരീരത്തിന്റെ നിയമങ്ങൾക്ക് എതിരാണോ അത് ചീത്തയായ പരിഷ്കരണമാണോ എന്നിമാനും ശാസ്ത്രീയ തങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ രണ്ടിനമാണോ, ഒന്ന് ശരീരത്തിന്റെ നിയമത്തോട് യോജിച്ചതാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തറാവീഹ് നിസ്കരിച്ചു, അത് വ്യവസ്ഥാപിതമായി ഇമാമിന്റെ കാലത്ത് ഉണ്ടാക്കിയത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല പരിഷ്കരണം തന്നെ. തങ്ങളുടെ കാലത്ത് രണ്ടു വാങ്ങ് കൊണ്ടുവരുന്നു, അത് നല്ല പരിഷ്കരണം തന്നെ. തങ്ങളുടെ കാലത്തെ പള്ളി ദർസാണ്, ഇന്ന് അറബി കോളേജാണ്, കാലോചിതമായ നല്ല പരിഷ്കരണം തന്നെ. അപ്പൊ ദീനീയായ വിഷയത്തിൽ വരുന്ന നല്ല പരിഷ്കരണങ്ങൾ പ്രചോദിപ്പിക്കപ്പെടേണ്ടതും അടിസ്ഥാനമില്ലാത്തത് നിരാകരിക്കപ്പെടേണ്ടതുമാണ്. ഇനി ഈ മൗലവി പറയുന്ന നബി ജനിച്ച ദിവസം തന്നെ ഇല്ലാതാണ്, നബി ജനിച്ചിട്ടനില്ലാന്നാ ദിനം. ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല, റമളാനിലാണ്. മുഹമ്മദ് നബിയായത് റമളാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? പിന്നെ റസൂൽ ജനിച്ച ദിനം, അതാണ് മുഹമ്മദിന്റെ ദിനം. മുഹമ്മദ് ജനിച്ച ദിനം, അവിടെ നബിയില്ല, റസൂലില്ല. നബി ജനിച്ചപ്പോ റസൂലല്ല, അത് ഈസാ നബിയാണ്. അത് ഖുർആൻ വേർതിരിച്ചു പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ തന്നെ നബിയാണെന്ന് ഈസാ നബി പറഞ്ഞു. ഞാൻ ജനിച്ചപ്പോ നബിയാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. 40-ാമത്തെ വയസ്സിലെ നബിയായത്, ഇറാഖ് വഴിയിൽ വെച്ച നബിയായത്, നുബുവത്ത് കിട്ടിയപ്പോ നബിയായത്, അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അല്ലേ? അപ്പൊ നബിദിനം എന്ന് പറയുന്ന വാചകം തന്നെ തെറ്റാണ്. എന്നാ പൊന്നു മോനെ മനസ്സിലാക്കിക്കോ, നിന്റെ വാപ്പാന്റെ ജന്മദിനം എന്താണ് എന്നാണ്. എനിക്ക് വാപ്പയില്ല, എന്റെ വാപ്പ പെണ്ണ് കെട്ടി 25-ാം വയസ്സിലാ, പിന്നെ വീട് കൂടിയ 26-ാം വയസ്സിലാ, എന്നെ പ്രസവിച്ച് 27-ാം വയസ്സിലാ എന്ന് വിചാരിച്ച് നിന്റെ വാപ്പാക്ക് ജന്മദിനം ഉണ്ടാവൂലേ? എന്നാ പിന്നെ മുഹമ്മദിനും ജന്മദിനം ഉണ്ടാവുന്നത് എങ്ങനെയാ? 7-ാം ദിവസമാണ് മുഹമ്മദ് എന്ന് പേര് വെച്ചത് കേട്ടോ. അപ്പൊ ജനിച്ചതാരാ? ശൂന്യം. ജനിച്ചതാരാടോ? ഇത്രയും ലോക ബ്ലണ്ടർ പറയാൻ മുജാഹിദ് മൗലവിമാരെ അല്ലാതെ ദുനിയാവിൽ കിട്ടുമോ? പറയുമ്പോ ബുദ്ധിയുള്ള കുട്ടികളുടെ ജീവിതത്തിലുണ്ടെന്ന് ആലോചിച്ചു. ഇതുപോലെയല്ലേ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആദം മുൻജദിലും ഫീ തീനതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ആദം മുൻജദിലും ഫീ തീനതിഹി. ആദം നബി പൂർവ്വയാകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിന് നുബുവത്തിന്റെ അധികാരത്തിന്റെ നുബുവത്തിന്റെ ആദരവ് അല്ലാഹു നൽകിയിട്ടു. أنا نبي وآدم بين الطين والماء
മാത്രമല്ല അന അവ്വലുൽ മുസ്ലിമീൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ഇമാമുൽ മുഫസ്സിറുകൾ എഴുതിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഇനി മാത്രമല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് ഇബ്നു കസീർ അൽ-ബിദായ വന്നിഹായ 1-ാം വാല്യം 110-ാമത്തെ പേജും എടുത്തു മറിച്ചു നോക്കിക്കോ. وتوسل به آدم وافتخر بكونه والدا. توسل به آدم ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ നേതാവ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നു കസീർ അൽ-ബിദായ വന്നിഹായ 1-ാം വാല്യം 110-ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്. ഒരേ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? ഇനിയോ ഒരാളതിനെ വല്ലാതെ കളിയാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തെ അങ്ങ് കളിയാക്കുന്നു. കളിയാക്കി പേര് പറയാ ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിൽ ചെലവാക്കും എന്ന് സ്വാലിഹീങ്ങൾ പറഞ്ഞതിനെ കളിയാക്കുന്നത് കണ്ടു മൗലവിമാർ. ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടായിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദിനു വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നുവെന്ന് ഇന്നാലിന്ന ഹോജ ഇന്നാലിന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഹോജ പറഞ്ഞിട്ടുണ്ടോ എന്നത് വേറെ കാര്യം, അതിന് സനദുണ്ടോ എന്നത് വേറെ കാര്യം. ഇരിക്കട്ടെ, നമുക്ക് അതങ്ങ് സമ്മതിച്ചു. അപ്പോഴോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചതിന്റെ പേരിൽ ഇമാമിങ്ങളെ കളിയാക്കുന്നു. ഇനി ഒരു മൗലവി പറയാ, അപ്പൊ മുജാഹിദീങ്ങൾ ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് ഇവിടെ നബിദിനെ ഇല്ലാണ്ടാക്കാൻ പറ്റിയോ? ഇല്ല. ഈ മൗലവി തന്നെ പറയാ, പണ്ടൊക്കെ 12 വരെ നബിദിനുള്ളൂ, ഞങ്ങൾ എതിർക്കാൻ തുടങ്ങിയപ്പോ 30 ദിവസം നബിദിനായി. റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയായിരുന്നു പണ്ടൊക്കെ ഇതിന്റെ ആഘോഷം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് റബീഉൽ അവ്വൽ കഴിഞ്ഞാലും തീരാത്ത ആഘോഷാണ്. ഇപ്പൊ പറയുന്ന എന്താ നിങ്ങള്? 2 പെരുന്നാളുകളെക്കാൾ ഏറ്റവും വലിയ ആഘോഷമാണ് റബീഉൽ അവ്വൽ ആഘോഷം. അപ്പൊ മുജാഹിദുകളെ, നിങ്ങളുടെ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിന്റെ കേരളത്തിന് ജീവൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സന്തോഷം തന്നെ. നിങ്ങൾ എതിർത്തപ്പോ ജനങ്ങൾക്ക് ബോധവൽക്കരണം കിട്ടിയെങ്കിൽ കുറഞ്ഞുകയല്ലേ വേണ്ടത്. പക്ഷേ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചു പറഞ്ഞോ. ഇനി ഒരു മൗലവിയുടെ വെല്ലുവിളിയുണ്ട്. എന്താ? മദ്ഹ് പറയാൻ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തെ മൗലവി എന്ന് പറയട്ടെ, മദ്ഹ് പറയാനല്ല അല്ലാഹു പറയുന്നത്, റസൂലുള്ളാഹിനെ പിന്തുടരാനാ പറയുന്നത്. കേട്ടോ, ഖുർആനിൽ ഒരിടത്തും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ആധികാരികമായി തന്നെ പറയുന്നത്, വളരെ ഗൗരവത്തിലുമാണ് പറയുന്നത്, വളരെ ബോധത്തോടുകൂടിയുമാണ് പറയുന്നത്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു നിങ്ങൾ ഖുർആനിൽ ഒരിടത്തിലില്ല. വെറുതെ പറയാം, വെറുതെ. ആ കാര്യത്തിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ചർച്ച ചെയ്യുന്ന ഏത് സദസ്സും ഒരുക്കാൻ നമുക്ക് യാതൊരു പണിയില്ല. ഇത് കേൾക്കുമ്പോ സാധാരണക്കാരെന്ത് വിചാരിക്കും? കണ്ടില്ലേ എത്ര വലിയ വെല്ലുവിളി, മുസ്ലിയാക്കന്മാരൊക്കെ എവിടെ പോയി എന്ന് നിങ്ങൾ വിചാരിച്ചു. എന്നാ ഒന്നാമത്തെ മറുപടി കേട്ടോ. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഖുർആൻ എന്ന് പറയുന്നു. പറയാൻ പറഞ്ഞതിന് പുറമേ പറയുന്നു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിതങ്ങളുടെ പ്രകീർത്തനം കൊണ്ട് സന്തോഷിക്കാൻ, നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറയുന്നു ഖുർആൻ. നബിതങ്ങളുടെ കണ്ണിനെ കുറിച്ച് ഖുർആൻ വർണ്ണിക്കുന്നു, വിശേഷം പറയുന്നു. നബിതങ്ങളുടെ കൈയുടെ ബഹുമാനം ഖുർആൻ പറയുന്നു. നബിതങ്ങളുടെ കൽബിന്റെ മദ്ഹ് ഖുർആൻ പറയുന്നു. എന്തിനേറെ നബിതങ്ങൾ ജനിച്ച നാടിനെ കുറിച്ച് പറയുന്നു. നബിതങ്ങളുടെ നാടിന്റെ ബഹുമാനമാണ്. നബിതങ്ങളുടെ നാടിന്റെ ബഹുമാനമാണ്. നബിതങ്ങളുടെ വയസ്സിന്റെ ബഹുമാനമാണ്. ഇനിയോ ചില സാധാരണക്കാർ വിചാരിക്കും, മുജാഹിദീങ്ങൾ ഇത്രയും വെല്ലുവിളിച്ചിട്ട് മറുപടി പറയാൻ ആരുമില്ലേ? പറഞ്ഞില്ലേ, എവിടെയും സംവാദത്തിന് തയ്യാറാണ്. ഇങ്ങനെ പണ്ടൊരു മൗലവി പറഞ്ഞിരുന്നു. അതിന് ഞങ്ങളുടെ ഉസ്താദുമാര് പറഞ്ഞ മറുപടിയും അതിനെ തുറന്നുണ്ടായ സംഭവങ്ങളും ഒരു 2 മിനിറ്റ് നിങ്ങൾ എനിക്ക് പറഞ്ഞു. പണ്ടൊരു മൗലവി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്ന ആയത്ത് ഖുർആനിൽ കാണിച്ചു തന്നാൽ, നിങ്ങൾ പറഞ്ഞ ആയത്ത് ഖുർആനിൽ കാണിച്ചു തന്നാൽ നിങ്ങളുടെ ചെരുപ്പ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞൊരു മൗലവിയുണ്ട്. അത് ഞാൻ സാമ്പിൾ ഒന്ന് കാണിച്ചേക്കാം.
വിളിക്കുന്നവരോട് ആറ്റിങ്കൽ മുഖാമുഖത്തിൽ നിങ്ങളിപ്പോ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയൊക്കെ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങൾ. കള്ളം അല്ലാടെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ, ഫൈൻ തിബിനലക്കും. എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്. നിർത്തിവെക്കല്ലേ, നിർത്തി കഴിഞ്ഞ മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ ഫൈൻ തിബിനലക്കും. അപ്പോ ഈ ഇമ്മാതിരി വെല്ലുവിളിയാണ് മുജാഹിദ് നടത്തുക. അതുകൊണ്ട് വെല്ലുവിളിയുടെ കോലം കൊണ്ട് ബേജാറ് വേണ്ട. മുത്തഅല്ലിമീങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാവുന്ന വാദങ്ങളേ ഉള്ളൂ. ഇതുപോലെ അല്ലാഹുവിന്റെ മതത്തെ അവർ പൊളിച്ചെടുക്കുന്നു. രസം കേൾക്കണോ? ഈ ഫൈൻ തിബിനലക്കും എന്ന വിഷയത്തിൽ പേരോടുത്ത അതിനോട് തർക്കിച്ചെന്തിനാ? സ്ത്രീധനം ഹറാമെന്ന് പറയാത്തതിന് പേരില്ല. മുജാഹിദുകൾ പണ്ടേ സ്ത്രീധനം ഹറാമാക്കി. നമ്മളോ ഒറ്റയടിക്ക് സ്ത്രീകളുടെ സ്വത്വം വാങ്ങിക്കൂടാതെ ഹറാമാന്ന് പറയാൻ പ്രമാണമില്ല. അത് നമ്മൾ പറഞ്ഞില്ല. എന്നപ്പോ പൊരനിറഞ്ഞിരിക്കുന്നത് മുജാഹിദിന്റെ പെണ്ണുങ്ങളോ സുന്നികളുടെ പെണ്ണുങ്ങളോ? അയാൾ തന്നെ പറയട്ടെ, ഇപ്പറഞ്ഞാൾ തന്നെ. മുജാഹിദ് പെൺകുട്ടികൾ വിവാഹിതരാകാതെ വീടുകളിൽ ഇരിക്കുകയാണ്. അറിവുള്ള, പ്രാപ്തിയുള്ള, സൗന്ദര്യമുള്ള പെൺകുട്ടികൾ പണമില്ല എന്നവരൊറ്റ കാരണത്താൽ അവരെ വിവാഹം കഴിക്കാൻ മുജാഹിദ് സമ്പന്നരുടെ മക്കൾ തയ്യാറാവാത്തത് കൊണ്ട്, മുജാഹിദുകളുടെ ആളുകൾ തയ്യാറാവാത്തത് കൊണ്ട് ഈ മക്കളെ പിന്നെ കെട്ടിച്ചു കൊടുക്കാൻ ഗതികേട് കൊണ്ട് കെട്ടിച്ചു കൊടുക്കേണ്ടി വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുബൂരിയുടെ ആളുകളുടെ പിന്നാലെ. അതും അപ്പൊ സുന്നികളാണെങ്കിൽ പിരിവെടുത്തങ്ങ് കെട്ടിച്ചു കൊടുക്കും. ഞങ്ങളുടെ പാവപ്പെട്ട പെൺകുട്ടികളെ ഞങ്ങൾ ഇരുത്താറില്ല. ഈ സദസ്സിന്റെ പരിസര പ്രദേശത്ത് 5-6 പെൺകുട്ടികളെ റിലീഫ് പ്രവർത്തനം നടത്തിയിട്ട് കെട്ടിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയ പ്രവർത്തകരി മജ്‌ലിസിലുണ്ട്. അല്ലാഹു ചെയ്യട്ടെ. അപ്പോ ഞങ്ങൾ സുന്നത്തിന്റെ ആളുകൾ അങ്ങനെയും നിങ്ങൾ ഇതിനിലെക്കുമെന്ന് ഓടിവെച്ചതെന്തിനാ? സ്ത്രീധനം ഹറാമാക്കാനാണ്. വല്ല മുജാഹിദുകളും അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? എന്തിനാടോ ഈ പണിക്ക് നടക്കുന്നത്? മടക്കി വെച്ച് സമ്മാന മതത്തിലേക്ക് വന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എവിടെയെങ്കിലും മുജാഹിദിന്റെ പ്രവർത്തകരുണ്ടോ? എടോ, ആശ്രമുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമെന്ന് ചിന്തിച്ചോ. അവിടെ നേതാവാരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ സുന്നികളുടെ നേതാവേ ഉള്ളൂ. അവിടെ ആരാണ് സുന്നികളുടെ നേതാവ്? അവിടെ ഒരു റസൂലുള്ളാഹിയാണ് സുന്നികളുടെ നേതാവ്. അത് മുജാഹിദ് ചെയ്യുന്ന പ്രവർത്തനമാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയാണ്, ഞങ്ങളുടെ നേതാവാണ്. അന സയ്യിദു വൽദി ആദം വലാ ഫഖറ. എന്നാ നിങ്ങളുടെ നേതാവാരാ? ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹിയാണ്. നിങ്ങളുടെ നേതാവാരാണെന്ന് പരിചയപ്പെടുത്തട്ടെ. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാണ്. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അങ്ങനത്തെ യാതൊരു ജാടയില്ല. തലപ്പാവിന്റെ ഊക്കില്ല, ജുബ്ബക്കുപ്പായത്തിന്റെ ഊക്കില്ല, അല്ലേ? കോടിക്കണക്കിന് റുപ്യന്റെ കാറില്ല, തക്ബീറുകളില്ല. നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ. നിബിധങ്ങൾക്കുള്ളതൊന്നും ആ മൗലവിക്കില്ല. ഞങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളുന്ന നേതാവാണ്. കാരണം എന്താ? അതുപോലൊരു സൗന്ദര്യം വേറെയില്ല. നബിയെ, അവിടുന്ന് സൗന്ദര്യത്തിന്റെ തികവ് തന്നെ. വാജ്മലമിൻകലും തറകത്തുഇനി വഹലാമിൻക ലം തലിദിൻ നിസാഉ. ഞങ്ങളുടെ നേതാവ് കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ള നേതാവാണ്. നിങ്ങളുടെ നേതാവ് കാണാൻ കൊള്ളാത്ത കറുത്ത മനുഷ്യനാണ്. ഞങ്ങളുടെ
തിരിഞ്ഞോ. ഞങ്ങളുടെ നേതാവിന്റെ തക്ബീറിന്റെ പിന്മുറയില്ലെന്നാണ് അയാളുടെ പരാതി. ഞങ്ങളുടെ നേതാവ് റസൂലുള്ളാഹിക്ക് തക്ബീറിന്റെ പിന്നാമ്പുറമുണ്ട്. അൽബിദായ വന്നിഹായ മറുത്തോ. മദീനയിലേക്ക് നബിതങ്ങൾ കടക്കുന്നു. ആ സമയത്ത് സഹാബത്ത് വിളിക്കുന്നു, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. തക്ബീറിന്റെ പിന്നാമ്പുറമുണ്ട്. അൽബിദായ വന്നിഹായ മറുത്തോ. മദീനയിലേക്ക് നബിതങ്ങൾ കടക്കുന്നു. ആ സമയത്ത് സഹാബത്ത് വിളിക്കുന്നു, അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. തക്ബീറിന്റെ പിന്നടിയുണ്ട്. പിന്നെ അവരുടെ നേതാവിന് കോടിയുടക്കാറില്ലാന്നാണ് പരാതി. ഞങ്ങളുടെ നേതാവിന് അവിടുന്ന് മില്യൺ കണക്കിന് ഡോളർ കൊണ്ടുപോലും വാങ്ങാൻ കിട്ടാത്ത ബുറാക്കുള്ള നേതാവാണ്. പിന്നെ അവരുടെ നേതാവ് ഊതിയാ പറക്കുമെന്ന പരാതി. ഞങ്ങളുടെ നേതാവ് അങ്ങനെയല്ല. യുദ്ധത്തിന് സഹാബത്തിൽ നിന്ന് ചിലര് ബേജാറായി പിന്നോട്ട് വരുന്നത് ആരുടെ അടുക്കലേക്കാ? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം മുസ്ലിം വിരോധം ചെയ്യുന്നു, ഖത്തീബ് തിരുമേനി ഉദ്ധരിക്കുന്നു, ഇമാമുൽ ബഗവി ഉദ്ധരിക്കുന്നു, ഒരുപാട് ഇമാമുകൾ ഉദ്ധരിച്ചുപോയി. യുദ്ധത്തിന് സഹാബത്ത് ബേജാറായി പോയി. കാരണം എന്താ? ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാഖിന കസീറാ വയൗമ ഹുനൈൻ. പരീക്ഷണമുള്ള യുദ്ധമാണ്. സഹാബത്ത് ബേജാറായി വരുന്നവരുടേക്കാൾ ഇലാ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്കാണ്. നിരുതങ്ങളെ പറഞ്ഞില്ല. അവിടുത്തെ വാഹനത്തിന് മേലെ ഇരുന്നു. ശത്രുക്കളുടെ മുമ്പിലേക്ക് പോയി. എന്നിട്ടൊരു പ്രഖ്യാപനമാണ്, ആരാടാ വരാനുള്ളത്? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണടാ, അബ്ദുൽ മസൂദിന്റെ പേരക്കുട്ടിയാണടാ. ധൈര്യമുള്ളവർ വന്നോ. റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നു. ഊതിയാ പറക്കാത്ത നേതാവ്, സുന്നികളുടെ നേതാവ്, സൗന്ദര്യമുള്ള നേതാവ്, സുന്നികളുടെ നേതാവ്, കാണാൻ കൊള്ളുന്ന നേതാവ്, സുന്നികളുടെ നേതാവ്. നിങ്ങളുടെ നേതാവിനൊന്നുമില്ലാത്തത് ഞങ്ങളോട് പരാതി വന്ന ഞങ്ങളുടെ കൽബിന്റെ കൽബ് കണ്ടുകൊണ്ടും നമ്മൾ കടന്നിരുന്നു. റസൂലുള്ള വന്നാൽ അന്നത്തോടൊപ്പം പെരുന്നാളാണ്. സുബഹി വരെ ദുരിതങ്ങളേറുന്നു. അവിടുത്തെ മദീന വരുന്നു. ജീവിതം സന്തോഷമല്ലേ? പകല് മുഴുവൻ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അല്ലാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കലാണ്. റസൂലുള്ളാഹിന്റെ തലപ്പാവ് ധരിക്കലാണ്. അവിടുത്തെ ഹദീസ് ചെയ്തു കൊടുക്കലാണ്. രാത്രി കിടന്നുറങ്ങുമ്പോ അവിടുത്തെ കാമുകയോടെയായാൽ പിന്നെ ജീവിതം നല്ലതല്ലേ? ഞങ്ങളുടെ ഉസ്താദുമാരെങ്ങനെയാണ്? അല്ലാഹു ആ ബറക്കത്ത് നമുക്കും തരട്ടെ. പിന്നെ ജീവിതത്തിന് വല്ല പരാതിയുമുണ്ടോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹിനെ പ്രേമിക്കണം. അവിടുത്തോട് മഹബ്ബത്ത് വെക്കണം. നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. എന്നിട്ടതാ ഒരു മുജാഹിദിന്റെ മൗലവി സ്വലാത്തിന് കളിയാക്കുന്നു. മാവല്ലോ
റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്തിന് കളിയാക്കുന്നതെന്ന് കേട്ടോ. അവരുടെ ഹിദായത്ത് തെറിച്ചു പോയതെവിടെയാണ്? പഠിപ്പിച്ചു ഇമാം ബുഖാരി പഠിച്ചു. അവിടെ നാളുകൾ ഈമാനിൽ നിന്ന് തെറിച്ചു പോകും. ആരാണ് നബിതങ്ങൾ പറയുകയാണ്? കാഫിറുകളെ കുറിച്ചല്ല, സ്വഹാബത്തിനെ അംഗീകരിക്കാത്ത ആളുകളെ കുറിച്ച് പറയുകയാണ്. അവര് ദീനിൽ നിന്ന് തെറിച്ചു പോകും. കൊണ്ട് തെറിപ്പിക്കുമ്പോ അമ്പവിടുന്ന് തെറിച്ചു പോകുമ്പോൾ മതത്തിൽ നിങ്ങൾ തെറിച്ചു പോകുമ്പോൾ അവർ നിസ്കരിക്കാത്തവരല്ല, നിസ്കരിക്കുന്നവർ തന്നെ. പക്ഷേ ദീനിൽ നിന്നവർ തെറിച്ചുപോയി. മൗലികാഘോഷത്തോട് ചെറുക്കാക്കി കളഞ്ഞു. പലരും അവർ തള്ളിക്കളഞ്ഞു. അവസാന റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്തിനെ കളിയാക്കുന്നതെന്ന് കേട്ടോ. അതിങ്ങനെ പ്രസംഗിച്ച് കുഴങ്ങുമ്പോ എന്താണ് നിങ്ങൾ സലാത്ത് അല്ലാത്ത ചെല്ലാത്തതുവരെ ചെല്ലാത്തതിന് ഫൈന് വിളിച്ചുകൊണ്ട് 10 സലാത്ത് സല്ലല്ലാ എന്നുകൊണ്ട് ഞാൻ ഓണാക്കിയിട്ട് ഇവിടെ കുത്തും. ഞാൻ എന്ത് ചെയ്യാ? ചായയും ദശമൂലായിട്ടും ഒക്കെ കുടിക്കുക. നിങ്ങൾ ഇങ്ങനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് അത് ചെയ്യിക്കുക. അപ്പൊ നബിയുടെ പേരിൽ ഇങ്ങനെ കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി ഇതെന്താ? ഇപ്പൊ നമ്മൾ സലാത്ത് എങ്ങനെയാ ചെല്ലല് അറിയോ? നബിന്റെ പേരിൽ സലാത്തിലുണ്ട്. നിങ്ങൾ നബിന്റെ പേരിൽ സലാത്തും സലാമും ചെല്ലുന്നതല്ല അറിയോ? പിന്നെ നബിയെ വിളിച്ചിട്ട് പാട്ട് പാടുക. അങ്ങനെ യാ റസൂൽ സലാം അലൈക്കും, നബിനോട് സലാം. ഞങ്ങളെ കണ്ടപ്പോ അംസാഷേ സലാം അലൈക്കും, അംസാഷ് പായും. കാരണം നമ്മളെ കേവിക്ക് താറാറായിക്കിട്ടോ അറിയും. എന്താ കാരണം? ഇങ്ങനെ ആരെയും സലാം ചെല്ലോ ഉണ്ടോ? നബിന് ആചാരെ കണ്ടു. ആചാരെ കണ്ടപ്പോ ആചാരേ സലാം അലൈക്കും അല്ലേ? പിന്നെ പെണ്ണുങ്ങളെ കണ്ടപ്പോ പെണ്ണുങ്ങളെ സലാം അലൈക്കും, പെണ്ണുങ്ങൾ പറയും. ഇങ്ങനെ നബിക്ക് സലാം ചെല്ലണ്ടാണ് നമ്മൾ പറഞ്ഞത്. വിഷയം മനസ്സിലാ? ഇങ്ങനെ പാട്ട് പാടുന്നത് നബിനോട്. നമ്മളിപ്പോ നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെ സലാം ചെല്ലാൻ കണ്ടാവും. നിങ്ങൾ എന്ത് പറയും? അയാളെന്ത് മനുഷ്യൻ, അയാൾ സലാം ചെല്ലുന്നതൊക്കെ പാട്ട് അടിക്കുക അല്ലേ? പറയില്ലേ? പക്ഷെ നമ്മളിപ്പോ മൗലൂദ് ചെല്ലുമ്പോഴോ അത് മൗലൂദല്ലേ, മൗലൂദ് എന്താ പാട്ട് തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലുന്നതിന് കളിയാക്കുന്നു. ഞങ്ങൾ സ്വന്തമുണ്ടാക്കിയതല്ല, ഞങ്ങളുടെ മുൻഗാമികളാണ്. ആരാണെന്നറിയുമോ? മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. സഹാബികളുടെ കുട്ടികൾ പാടുന്നു. പാലായി ബദറു അലൈനാ മിൻ സനിയാതി വദാഇ. അങ്ങനെ ചൊല്ലി മദീനയിലേക്ക് സ്വീകരിക്കുന്നു. അതാണോ ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്? പിന്നെ നബിതങ്ങൾ വീട്ടിലെത്തി. അപ്പൊ സഹാബത്തിന്റെ മക്കൾ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ ആരാ സ്വഹാബികളുടെ മക്കൾ പാടിയതായിട്ടോ? എല്ലാ സ്വഹാബികളും നബിയെ കുറിച്ച് മധുരത്തിൽ വെയിറ്റ് ചെല്ലിയിട്ടുണ്ട്. ജംഹറത്ത് അസ്ഹാറിൽ അറബെന്ന കിതാബെന്ന് മറിച്ചോ അതിലെ സ്വഹാബികൾ മുഴുവനും ചൊല്ലിപ്പോയിട്ടോ. തങ്ങൾ വെയിറ്റ് ചെല്ലിയിട്ടുണ്ട്. നബിതങ്ങളെ പ്രകീർത്തിച്ചു. ഖത്താബുകൾ ചൊല്ലിയിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ഫാത്തിമ ബീവി ചൊല്ലിയിട്ടുണ്ട്. എന്തിനേറെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. ജീവിതകാലത്തിൽ വഫാത്തായ നബിതങ്ങളുടെ അടുക്കൽ ചൊല്ലുന്നു. അവസാനം നബിതങ്ങളുടെ അടുക്കൽ ചെന്ന് ചൊല്ലുകയാണ്. മാബാലു അയ്യീക മാവ്യലതനമുക അന്നമാ കുഹിലതുമാ കുല്ലിഹാ ബികുഹ്റിൽ അറമദി. വഫാത്തായ നബിയെ നേരിട്ട് വിളിച്ച് സ്വഹാബ് ചൊല്ലുന്നു. തങ്ങളെ സംബോധന ചെയ്ത് ചൊല്ലുന്നു. അവിടത്തെ കുറിച്ച് മദ്ഹ് കിതാബുകളെ കുറിച്ച് ഇമാമിങ്ങൾ വെയിറ്റ് ചൊല്ലുന്നു. കേട്ടോ, ഹാദാ കിതാബു ദലാലത്തിൻ ഖുർആനി ഔ
طلبت فيه حقائق التبيان وجعلته وضعا رصينا طيبة صفحاته بنواصي البرهان ينبيك عن قبل النبي وفضله بصلاة جاءت من الفرقان. എന്നിട്ട് നബി തങ്ങളുടെ മധുഹൂരിയ കിതാബിന്റെ ബഹുമാനം പറയുന്നു. തങ്ങളുടെ സിഫയെന്ന കിതാബ് വലിയ പദവിയുള്ള കിതാബാണ്. കാരണം നബി തങ്ങളുടെ മധുഹ് പറഞ്ഞ കിതാബാണ്. മവാഹിബുൽ ലദുന്നി എന്ന കിതാബും അങ്ങനെയാണ്. അതിന്റെ ഘടനയെന്ത് ഭംഗിയാണ്, അതിന്റെ ഭാഷയെന്ത് ഭംഗിയുള്ളതാണ്. വല്ലാഹ അർജു സായിലം ബികിതാബിഹി വനബി അജ്റൻ ബിലാ ഹുസ്ബാനി. നബിയെ വസീലയാക്കി ഞാൻ ചോദിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ബന്ധം വേണം. അപ്പയ്യാത്തിൽ നബിയെ വിളിക്കുന്നു. അയ്യുഹൻ നബിയോ, അല്ലയോ നബിയേ. മുജാഹിദുകളോട് ചോദിച്ചു, അയ്യുഹൻ നബിയോ എന്ന് വിളിക്കുന്നില്ലേ? അപ്പൊ മുജാഹിദിന്റെ സക്കരിയ മൗലവി പറയുന്നതെന്ന് കേൾപ്പിക്കുമെന്ന്. മരിച്ചവരോട് ഇസ്തിഗ്ഹാസ നടത്തുന്നത് തെറ്റാണ് എന്നാൽ തശഹുദിൽ മരിച്ചവരെ നബിയെ വിളിക്കുന്നില്ലേ? അത് വിളിക്കലല്ല, അത് അറബി അറിയാത്തോണ്ടാണ്. നബിയേന്നല്ല അയ്യുഹൻ നബിയു എന്നാണ് അർത്ഥം. നബിയുടെ അയ്യുഹൻ നബിയോ എന്ന് പറഞ്ഞ ഓ നബിയേ എന്നല്ല. എന്നാ മുജാഹിദുകാരന്റെ ഖുർആൻ പരിഭാഷ വരട്ടെ. മുജാഹിദുകാരന്റെ ഖുർആൻ പരിഭാഷ എന്താ ഉള്ളത്? ഇതാ പിടിച്ചോ, സമയം പോരാ, ചുരുക്കിയെന്ന് പറഞ്ഞേക്കാം. അതാ ഖുർആനിന്റെ പരിഭാഷ എഴുതുമ്പോ എത്രയോ സ്ഥലത്തൂർന്നു യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിനാ. ഹേ സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അത് വിളിയാണ് കേട്ടോ. അതുപോലെ തയ്യാത്തിൽ വിളിക്കുന്നു. അയ്യുഹൻ നബിയോ, അല്ലയോ നബിയായിട്ടുള്ളവരേ. യാ റസൂലല്ലാഹ്, അത് നബിയെ വിളിക്കലാണ്, ആദരവോടെ വിളിക്കലാണ്. വൽദാലിമാന് തങ്ങൾ പറയുന്നു നബി തങ്ങൾ ഹാദിറാണ് എന്ന ബോധത്തോടെയാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അപ്പൊ ഈ മുജാഹിദ് പ്രസ്ഥാനക്കാര് മതത്തെ പൊളിക്കുന്നു. പൊളിച്ചിട്ട് എവിടേക്ക് അറിയുമോ? നേരത്തെ ജാറം പൊളിക്കണമെന്ന് പറഞ്ഞൊരു മൂലയുണ്ട്. മദ്ഹബിന്റെ ഇമാമുകളെ കുറ്റം പറഞ്ഞൊരു മൂലയുണ്ട്. ഉമർ മൗലവിയാണ് പേര്. ആ ഉമർ മൗലവിയോ അതാ ബഹുമാനപ്പെട്ട ഇമാമികളെ മുഴുവനും അതിലൊന്ന് കുറ്റം പറഞ്ഞിട്ടോ മദ്ഹബിന്റെ ഇമാമുകളെ അവഗണിച്ചു കളഞ്ഞു. അതിന് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്താണെന്നറിയുമോ? മകനെ അല്ല സ്വാമിയാക്കി കളഞ്ഞു. ആ സ്വാമിയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു വിടുമോനെ. ഇത് കാണാൻ നമ്മുടെ കണ്ണിന് കാഴ്ച നൽകിയ അള്ളാഹുവിന് സ്തുതി. അൽഹംദുലില്ലാഹ്. ഈ നിമിഷങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും. വിദഈ നേതാക്കൾക്ക് തങ്ങളുടെ പിന്മുറക്കാരിൽ സ്വാമിമാർ പിറക്കാതിരിക്കാൻ മഹാന്മാരെ ബഹുമാനിച്ചേ തീരൂ. ഇത് തെളിയിക്കുകയാണ് ബഷീർ മാസ്റ്റർ. ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന സുന്നി പണ്ഡിത തേജസിന്റെ സമക്ഷത്തിങ്കിലേക്ക് വിലാസം മാറി ഉമർ മൗലവി അയച്ച കത്ത് ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ആ കണക്ക് തീർത്ത സുന്നി പ്രവർത്തകർ ഉമർ മൗലവിയുടെ മകന് ആ കത്ത് തിരിച്ചേൽപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഒരുപാട് ചർച്ചകൾ നാം ചെയ്തു. ഇതിനിടയിൽ ഏറ്റവും പ്രസക്തവും പ്രബലവുമായ ഒരു വിഷയം താങ്കളെ സൂചിപ്പിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾക്ക് കൈമാറേണ്ടതും അനിവാര്യതയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. മുസ്ലിം കേരളത്തിന്റെ എന്നല്ല മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഇ.കെ. ഹസൻ മുസ്ലിയാർ എന്ന ഏറ്റവും വലിയൊരു ഇസ്ലാമിക പണ്ഡിതൻ രോഗഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് താങ്കളുടെ പിതാവെന്ന ഉമർ മൗലവി ഒരു കത്ത് കൊടുത്തയച്ചിരുന്നു. ഒരു മനുഷ്യനൊരിക്കലും ചെയ്യാൻ പറ്റാത്ത അത്രയുമേറെ ക്രൂരത നിറഞ്ഞ സന്ദേശമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമികമായി ജീവിക്കുകയും മുസ്ലിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്ന ഞങ്ങളുടെ ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ജീവിതത്തെയും വിശ്വാസത്തെയും അപമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന വിധത്തിൽ
താങ്കളുടെ പിതാവ് ഉമർ മൗലവി EK ഹസൻ മുസ്ലിയാർ താങ്കൾ മുസ്ലിമാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തായിരുന്നു അയച്ചിരുന്നത്. ആ കത്ത് താങ്കളുടെ പിതാവ് എന്നോ താങ്കൾക്ക് എഴുതി വെച്ചതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നും വിധമാണ് ഇന്ന് അങ്ങയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ കത്ത് വിലാസം മാറി ഞങ്ങളുടെ നേതാവിന് അയച്ചത് തിരിച്ചങ്ങയുടെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിക്കണമെന്നത് ചരിത്രത്തിലെ ഒരു നിയോഗമാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ കത്ത് അങ്ങക്ക് ഞങ്ങൾ കൈമാറുകയാണ്. അങ്ങ് ഇതൊന്ന് വായിച്ചു നോക്കണം. ഈ കത്തിലെ ആശയം ഉൾക്കൊണ്ട് അങ്ങ് യഥാർത്ഥ പാതയിലേക്ക് തിരിച്ചു വരണമെന്നുകൂടി മുഖാമുഖം മാസികയുടെ പ്രതിനിധികളായ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പണ്ട് മുഴുവൻ ആലിമീകളെയും കാഫിറാക്കിയ മുസ്ലിക്കാക്കിയ മൗലവി അയാളുടെ മകൻ സാനിയായി. അൽഹംദുലില്ലാഹ്, ഒരു ഖാലിദ് മരിച്ചാൽ ഒരുപാട് ഖാലിദുമാര് വരും കേട്ടോ. അതുകൊണ്ട് ഹസൻ ഉസ്താദ് അവരുടെ ശിഷ്യന്മാര് പിൻഗാമികളെ തിരിച്ചയാൾക്ക് വന്ന് കൊടുത്തു കളഞ്ഞു. അയാളുടെ മകന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ഒറ്റ കാര്യം കൂടി പറഞ്ഞുകയാണ്. ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണ്, ബിദ്അത്ത് എന്താണ്, ഇബാദത്ത് എന്താണ്, ഇത് മനസ്സിലാക്കാതെ ജനങ്ങളെ വട്ടം കറക്കാറിറങ്ങിയ വഹാബികളുടെ സീഡികൾ നിങ്ങളുടെ വീട്ടിലെത്തുന്നു. വഞ്ചിക്കപ്പെടരുത്. ശരിയായ ദീൻ ഉലമാഇനോട് ചോദിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ച പാതയിലൂടെ മുന്നോട്ട് പോകണം. ഒരു ചെറിയ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ഖൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും എഴുന്നേറ്റ് അടുത്ത് നിൽക്കണം. എല്ലാ മുഅ്മിനീങ്ങളും ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഖുല്ലാ യഅബൂദുകും റബ്ബീ ലൗലാ ദുആഉകും എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അത് പുറത്തേക്കുള്ള മുഅ്മിനീങ്ങളും അകത്തേക്ക് നിൽക്കണം. റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അറിയുമോ, ഇതിന്റെ ബാക്കിയുള്ള ക്ലിപ്പിങ്ങുകളും വിശദീകരണമൊക്കെ 14-ാം തീയതി നെടുമങ്ങാട് ടൗണിൽ വെച്ച് നടക്കുന്നുണ്ട്. കഴിവുള്ളവരൊക്കെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അവിടെ ഇൻഷാഅല്ലാഹ് ബാക്കി വിശദീകരണങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണ് നമ്മുടെ ജീവന്റെ തുടിപ്പ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്നേഹിച്ചവർക്ക് മുഴുവനും വലിയ പദവിയെത്തി പോയി, സ്വപ്നത്തിൽ കണ്ടുപോയി. ഇന്നലെ ഞാൻ അവിടുന്ന് കല്ലറയിൽ വെച്ച് ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് ഗസാലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പ്രേമിച്ച സംഭവം അവിടെ വെച്ച് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതാ ഒരു വലിയ മഹാൻ വരുന്നു. ആരാണ്? ബഹുമാനപ്പെട്ട നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പ്രേമിച്ചു. ഹബീബായ നബിയോട് അങ്ങേയറ്റ മഹബ്ബത്ത് വെച്ചു. അതിനു പുറമേ വെള്ളിയാഴ്ച പള്ളികളിൽ ഓടുന്ന നബാത്തിയ ഹുതുബയുടെ രചയിതാവാണ് നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പ്രേമിച്ചു. ഒരു വെള്ളിയാഴ്ച ഹുതുബ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. ശനിയാഴ്ച രാത്രിയാണ് റസൂലുള്ളാഹിനെ ഇഷ്ടവച്ച മഹാനാണ്. ഞാനവിടുന്ന് പള്ളിയിൽ കിടന്നുറങ്ങുന്നു. അപ്പോഴതാ വലിയൊരു സംഘം ജനങ്ങളെ കാണുന്നു. ഈ സംഘമാരാണ്. فقال لي قائل هذا النبي صلى الله عليه وسلم ومعه أصحابه. ഇതാരാണ് കൂടിയിരിക്കുന്ന ആളുകൾ? ഞാൻ ചോദിച്ചു. സ്വപ്നത്തിലാണ്. റാസിമാപുരങ്ങൾ കണ്ട സംഭവമുണ്ട്. അശ്വരീമാപുരങ്ങൾ കണ്ടിട്ട് അവിടുത്തെ മധുഹബ് കൂടിയിരിച്ചിട്ടുണ്ട്. അതിനാസാക്കിറുങ്ങൾ പ്രതീനക്കെതിരിൽ മിസ്തരിയെന്ന് കിതാബിൽ എഴുതിയിട്ടുണ്ട്. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഹില്യത്തുല്ലൗലിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൽ മറാഖിശി കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇസ്ലാഹിന്റെ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മോനികൾ റസൂലുള്ളാഹി കണ്ടു. നബാത്തുൽ മിസ്രി തങ്ങൾ കാണുന്നു. നബിയും സഹാബത്ത് നിൽക്കുന്നു. നബി തങ്ങൾക്ക് സലാം പറയാൻ വേണ്ടി ഞാൻ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ഇരിക്കുന്ന നബി തങ്ങളങ്ങ് തിരിഞ്ഞു, എന്നെ കണ്ടു. فقال مرحبا يا خطيب الخطباء
അല്ലയോ ഖതീബുമാരുടെ ഖതീബ് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. ങ്ങൾ പറഞ്ഞു എന്നെ നബിതങ്ങൾ ഞാൻ നബിതങ്ങളെ കണ്ടു. അപ്പൊ നബിതങ്ങൾ എന്നെ വിളിച്ചു യാ ഇമാമൽ മുഹദ്ദിസീൻ എന്ന് വിളിച്ചു എന്ന് സുയൂത്തിമാമിന്റെ ചരിത്രത്തിലുണ്ട് കേട്ടോ. അതുപോലെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൈഫ തഖൂലു അല്ലയോ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഖബറുകളിലേക്ക് സൂചിപ്പിച്ചിട്ട് നിബിധങ്ങളിലേക്ക് നിങ്ങൾ അത് കണ്ടാൽ എന്ത് സ്വത്തുതയോടും. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ പറഞ്ഞു كأنهم لم يكونوا للعيون سرا ولم يعدوا في الأحياء مرا أسكتهم الذي أنفقهم وأبادهم الذي خلقهم وسيدلهم كما خلقهم ويجمعهم كما فرقهم يوم القيامة يوم يعيد الله العالمين خلقا جديدا ويجعل العالمين لنار جهنم وقودا يوم تكونون شهداء على الناس ويكون الرسول عليكم شهيدا فأوفوا عند قولي تكونوا شهداء على الناس إلى الصحابة وبقولي شهيد من الرسول صحابത്തിലേക്ക് നോക്കി നിങ്ങൾ സാക്ഷികളാണ്, നബിയെ അവർക്ക് സാക്ഷിയാണ് എന്ന് അവസാനത്തെ അക്ഷരം എത്തിച്ചുകൊണ്ടൊരു ഹൃദയം ഓടിയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അഹ്സൻത നല്ല ഭംഗിയുള്ള ഹുതുബ തന്നെ ഒന്നടുക്കുന്നപ്പോ ഞാൻ നബിതങ്ങളുടെ അടുക്കിലേക്ക് ചെന്നു. പാകവജി എന്റെ മുഖത്തന്ന് പിടിച്ചു, എന്റെ മുഖത്ത് ചുംബിച്ചു, എന്റെ വായിലങ്ങ് തുപ്പിത്തന്നു. അല്ല തൗഫീഖ് തരട്ടെ എന്ന് പറഞ്ഞു. ഞാനെങ്ങനെ ഉണർന്നു. 14 ദിവസത്തോളം എന്റെ വായിൽ നിന്ന് നല്ല സുഗന്ധം തന്നെ. പലി കിട്ടിയതുകൊണ്ടാ. അതുപോലെ ജീവിതകാലം മുഴുവനും അവിടുത്തെ മഹബ്ബത്ത് പറഞ്ഞു. ഒരുപാട് തവണ അവിടുത്തെ മനോനിൽ കണ്ടു, ഒരുപാട് തവണ മദീനയിലെത്തി, ഒരു തവണയെങ്കിലും വിശാൽ രുചിച്ചു. അവസാനം അവിടുത്തെ മുഖം കൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് കൊടുത്തു. അതിനുവേണ്ടി ദുആ ചെയ്തു. മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിയാണ് നമ്മുടെ വലിയ സ്വത്ത്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞവർക്ക് അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അല്ലെങ്കിൽ അവരുടെ ശർറിൽ ഈ സമുദായത്തെ കാക്കട്ടെ. ഞാൻ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചത് അല്ലാഹുവിന്റെ പേരിൽ ഖിദ്മത്ത് ചെയ്യണമെന്ന നീയത്തോടെയാണ്. അല്ലാഹു അത് ഖിലാഫോടെയാക്കി റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് വരട്ടെ. മുഅ്മിനീങ്ങളെ, നിബിധങ്ങളെ കൊച്ചാക്കുന്നവർക്ക് ഹിദായത്തില്ല. ഉറപ്പിച്ചു ചോദിച്ചോ. ഇവിടെ നിബിധങ്ങളുടെ മതി പറയാനാണ് ഈ വേദി ഉണ്ടാക്കിയത്. നിബിധങ്ങളെ കുറ്റം പറഞ്ഞവരുടെ കുറവ് പറയാനാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സഹായിക്കും. ഇത് മുത്താലിമീങ്ങളും പാവപ്പെട്ട പ്രവർത്തകരുണ്ടാക്കിയ പരിപാടിയാണ്. ബാങ്കിന്റെ പലിശയില്ല, നമ്മുടെ കയ്യിൽ സ്വത്തില്ല. അല്ലാഹുവിന്റെ ദീൻ നടപ്പിലാക്കാൻ നമ്മളൊക്കെ സഹകരിക്കണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ.